ഷീജ, സന്തോഷ്, നിങ്ങളിലേക്കാണ്. ഇന്നത്തെ വനിതാ ദിനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമ്മേളനത്തിലും അത് വലിയ തോതിൽ പ്രതിഫലിച്ചല്ലോ ഷീജ. തീർച്ചയായും കുട്ടൻ, ശരത്ത്, ഈ വനിതാ ദിനം എന്ന് പറയുന്നത് വലിയ പ്രത്യേകതകൾ കൂടി ഉള്ള ഒരു വനിതാ ദിനമായി മാറി എന്നുള്ളതാണ് ഇന്നത്തെ ഈ സമ്മേളന നഗരിയിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിച്ചത് തന്നെ ഒരു വലിയ വനിതകളുടെ കൂട്ടായ്മയ്ക്കൊപ്പമാണ്. അപ്പോൾ ആ രീതിയിൽ രാവിലെ നമ്മളുടെ പ്രഭാതം തുടങ്ങി. അതിനുശേഷം ഇവിടെ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ സന്തോഷം കണ്ടു എന്ന് തോന്നുന്നു. രാവിലെ ഒരു വലിയ പടയായിട്ടായിരുന്നു സ്ത്രീ പ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം അവർ കൈകൾ കൂട്ടിച്ചേർത്ത് കണ്ണികൾ ചേർത്തുകൊണ്ട് അത് പൊട്ടാത്ത കണ്ണികൾ എന്നുള്ളൊരു സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു ഒരു വലിയ മാധ്യമ പടയും അല്ലെ ആ ദൃശ്യങ്ങൾ അങ്ങനെയായിരുന്നു ഈ അതായത് പ്രതിനിധി സമ്മേളനം നടക്കുന്ന നഗറിലേക്ക് അവരുടെ ഒരു പ്രവേശനം പോലും ആ രീതിയിലായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു സസ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് മന്ത്രി MP രാജേഷ് ഒരുക്കിയ ഒരു സസ്പെൻസ്, അവർക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കിയിരുന്നു വനിതാ പ്രതിനിധികൾക്ക് വേണ്ടിയിട്ട്. അതായത് കുടുംബശ്രീയുടെ കഫേയിലേക്ക് ഇവരെ കൊണ്ടുവരിക, അവിടെ അവർക്കൊരു പ്രത്യേക ട്രീറ്റ് നൽകുക എന്നുള്ളതായിരുന്നു മന്ത്രി MP രാജേഷ് ഭക്ഷണം ഷീജയും കൂടി അതിന്റെ ഭാഗമായി പോയി. അതെ അതെ, അതുകൊണ്ട് തിരിച്ചിവിടെ എത്താൻ ലേശം ഒന്ന് വൈകിപ്പോയി. അപ്പോൾ ഏതായാലും അവിടെ നമുക്ക് പ്രത്യേകിച്ചും വലിയൊരു സന്തോഷം നൽകുന്നത് ബൃന്ദാ കാരാട്ടിനെ പോലുള്ള വ്യക്തി, അല്ലെങ്കിൽ സുഭാഷിണി അലി, ഇവരൊക്കെ വന്നിട്ട് ഇവിടുത്തെ ഭക്ഷണം രുചിക്കുന്നു, ആ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. കുടുംബശ്രീയുടെ ആ ഒരു കൂട്ടായ്മയ്ക്കൊപ്പം അവരും അവരുടെ ഒരു സന്തോഷത്തിൽ പങ്കുചേരുകയാണ് എന്നുള്ളത് വലിയൊരു. ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് ദില്ലിയിൽ പോലും കുടുംബശ്രീ പ്രവർത്തകർ അവിടെ കഫേ നടത്തുക, നമ്മുടെ മലയാളി വിഭവങ്ങൾ. അത് എന്തായാലും കേരളത്തിലെ മലയാളി എന്ന് പറയുമ്പോൾ കുടുംബശ്രീ വനിതകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട പരിപാടി തന്നെ ആയിരുന്നു. അത് നമ്മുടെ ദേശീയ നേതാക്കൾ ആ ഒരു സ്ഥലത്തേക്ക് പോയി അത് വിഭവങ്ങൾ രുചിച്ച് അവരെ അഭിനന്ദിച്ച് അതിന്റെ ഭാഗമായത് അല്ലേ, അതിനൊപ്പം കൂടുകയായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് സുഭാഷിണി അലി അവിടുന്ന് ഇത് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ നാട്ടിലും എന്തെങ്കിലും ഇതുപോലെയൊക്കെ സർക്കാർ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സർക്കാരിന്റെ പിന്തുണയിൽ അങ്ങനെയൊക്കെ പല മേഖലയിൽ നിന്നുള്ളവരെ സർക്കാർ വലിയ തോതിൽ ഇവിടെ കേരളത്തിൽ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ എൻ്റെ നാട്ടിലും എന്തെങ്കിലും ഉണ്ടാകുമെന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ ഉള്ളത്. പക്ഷേ കേരളം എന്ന് പറയുന്നത് എന്നും ഒരു പ്രത്യേക ഒരു വികാരം തന്നെയാണ് ഞങ്ങൾക്ക് എന്നുള്ളത് അവർ പ്രത്യേകം പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വനിതാ ദിനം ഗംഭീരമാക്കി എന്ന് തന്നെ പറയാം. ശരി ഷീജ.